ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ iOS 18.2 നമുക്ക് ഇന്നലെ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് 2.2 GB ആണ് നമുക്ക് സൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ iPhone 15 എല്ലാം നിനക്ക് വന്നിട്ടുണ്ട്. നമുക്ക് iPhone 10 തൊട്ട് തന്നെ iPhone 11 തൊട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകൾക്കും നമുക്ക് 18.2 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18.1 18 ഒക്കെ വന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ ബഗ്ഗുകളും കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇഷ്യൂസ് കാരണം ഞാൻ എൻ്റെ പ്രൈമറി ഫോൺ മാറ്റിയിട്ട് സാംസങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് തന്നെ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നെങ്ങനെ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് iPhone 15 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയും 15 എന്തായാലും നമുക്ക് ആപ്പിൾ ഇന്റലിജൻസ് വന്നിട്ടില്ല. അപ്പോൾ ആപ്പിൾ ഇന്റലിജൻസ് ആണ് ഇതിൽ മെയിനായിട്ട് അപ്ഡേറ്റ് വന്നത്, ആ സൈസ് വരാൻ കാരണം. അതല്ലാണ്ട് കുറച്ച് ചേഞ്ചസുകൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് വന്നേക്കുന്നത് നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ നമ്മുടെ സെറ്റിങ്സിലെ ഐക്കൺസ് ഉണ്ടല്ലോ, ആ ഐക്കൺസിൻ്റെ എന്താ പറയുക സംഭവങ്ങൾ കുറച്ച് ഇതിലേ നേരും എന്താ ഐക്കൺസിൻ്റെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പുതിയൊരു ലിമിറ്റ് വെക്കാനുള്ള, സൗണ്ടിന് കുറച്ച് ലിമിറ്റ് വെക്കാനുള്ള ഒരു പരിപാടി വന്നിട്ടുണ്ട് കേട്ടോ. വോളിയം ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമുക്കിപ്പോൾ ആക്ച്വലി പുതിയ അപ്ഡേറ്റിൽ, അതായത് 18.2 അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് നമുക്ക് ക്യാമറ കൺട്രോൾ ബട്ടൺ, നമുക്ക് അതായത് നമ്മുടെ 16 സീരീസിൽ വന്ന ക്യാമറ കൺട്രോൾ ബട്ടണിൽ നമുക്ക് വെർച്വൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്. കാരണം അവർ നമ്മുടെ ഗൂഗിൾ ലെൻസ് കാണിക്കുന്ന പോലെ തന്നെ ആ സംഭവം തന്നെ, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ആപ്പിൾ ഇന്റലിജൻസ് മെയിൻ കുറേ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വോയിസ് റെക്കോർഡിങ്ങിൽ ഇപ്പോൾ 2 ലെയർ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വോയിസ് റെക്കോർഡിംഗ് ആപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് 2 ലെയേഴ്സ് ഓഫ് വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ടൈമിൽ നമുക്കിപ്പോൾ ഇതിപ്പോൾ എൻ്റെ ആപ്പിൾ വാച്ച് അൾട്ര 2 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി ഇതിൽ കൂടെ നമുക്ക് ഇനി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഇതിൽ റിമോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആപ്പിൾ വാച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിലും നമുക്ക് ആ പോസ്റ്റ് ബട്ടൺ ഇതിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ വേറെ അപ്ഡേറ്റ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ മെയിൽ ഉണ്ടല്ലോ, ഞാൻ ഉപയോഗിക്കാറില്ല, ആപ്പിൾ മെയിലിൻ്റെ ആപ്പ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ ആപ്പും ചെറുതായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവർ റീഡിസൈൻ ചെയ്തിട്ട് കോളാക്കിയിട്ടുണ്ടായിരുന്നു 18-ൽ, അത് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ പ്ലേ ഫീച്ചർ ഇൻ ഗാലറിയും റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിയ വാൾപേപ്പേഴ്സ് ആഡ് ആയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ മാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് ഫീച്ചേഴ്സും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് മേജർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള ലുക്ക് ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് പണ്ടത്തെ പ്ലേ സ്റ്റോർ ആപ്പായിരുന്നു ഇഷ്ടം. ഇതിപ്പോൾ ആകെ അലമ്പായി കണ്ടു. ഇത് അവരുടെ ഗാലറി ഇത് ആകെ അലമ്പായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നും മനസ്സിലാവില്ല അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പണ്ടത്തെ ആപ്പ് ഇതിനായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു ഗാലറി ആപ്പ്. ഇത് ആകെ കൊളാക്കി വെച്ചിരിക്കുകയാണ്. കുറേ പേർക്ക് ഇത് കുറേ മെജോറിറ്റി ആൾക്കാർക്കും ഈ പുതിയ ഗാലറി ആപ്പ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ആക്ച്വലി നമ്മുടെ ആപ്പിൾ വാച്ചിനും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. വരാൻ ചാൻസ് ഇല്ല. ഞാൻ എന്തായാലും ഒരു ആപ്പിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഒരു കാണിക്കേണ്ടതാണ്. ഞാൻ നോർമലി അപ്ഡേറ്റ് ഒക്കെ ആപ്പ് അപ്ഡേറ്റ് വാച്ച് OS 11.2 വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടു, ഇതിപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും ഡൗൺലോഡ് ആയിട്ടെ നമുക്കിത് സെപ്പറേറ്റ് എന്താ പറയുക ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കാം കേട്ടോ. വാച്ച് OS 11.2 ഇതിൽ വന്നെങ്ങനെ ചേഞ്ചസ് എന്ന് പറയുന്നത് ക്യാമറ റിപ്പോർട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 600 MB സൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ആപ്പിൾ വാച്ച് ഇൻസ്റ്റാൾ ആവണമെങ്കിൽ നമ്മളിത് ചാർജറിൽ വെക്കണം, എന്നാലും അത് ഇൻസ്റ്റാൾ ആവുള്ളൂ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയും. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബഗ് ഫിക്സസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഞാൻ മുമ്പത്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ക്യാമറ സംഭവം എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ കുറേ സ്റ്റക്ക് ആവണ പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇഷ്യൂ ഫേസ് ആയിരുന്ന എന്താ പറയുക ഫിക്സ് ചെയ്തിരുന്നാൽ തോന്നുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടും അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇതിലോട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ബഗ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തിരുന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഒരു മെയിൻ അപ്ഡേറ്റിൽ 18.2 അപ്ഡേറ്റിൽ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആപ്പിൾ ഇന്റലിജൻസ് അത് പിന്നെ 15 പ്രോനും 16 മാത്രമല്ലേ വേണ്ടു. അത് എന്തോ ഒരു വലിയ സാധനം പോലെയൊക്കെയാണ് ആപ്പിൾ അതിനെ കാണുന്നത്. ഇതായിട്ട് മര്യാദയ്ക്ക് ഫുള്ളായിട്ട് അപ്ഡേറ്റ് പോലും ലോഞ്ച് ആയിട്ടില്ല. ബാക്കി എല്ലാ കമ്പനീസൊക്കെ വിട്ടിട്ട് കൊല്ലങ്ങളായി. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്കത് വലിയ കാര്യമായിട്ടൊരു ഉപയോഗം കാര്യങ്ങളൊന്നും ഇല്ല അതൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു 15 Pro യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ 16 യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ അപ്ഡേറ്റിൽ ആപ്പിൾ ഇന്റലിജൻസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വാറണ്ടി കഴിഞ്ഞ ഫോണാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഡിസ്പ്ലേ അടിച്ച് പോയാൽ തിരിഞ്ഞു നോക്കില്ല ആപ്പിൾ. എന്താ വെച്ചാൽ അവർക്ക് മെയിനായിട്ടുള്ള ഡയറക്റ്റ് കമ്പനി സർവീസ് സെൻ്ററൊന്നും കേരളത്തിലല്ല സൗത്തിലേ ഇല്ല. ആകെയുള്ളത് ഡൽഹിയിലും അതുപോലെ തന്നെ മുംബൈയിലാണ്. നമ്മുടെ ചെന്നൈ ആണ്ട് ഇനി സെക്ടറിൽ വരാൻ പോകുന്ന അടുത്ത സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന ആപ്പിളിൻ്റെ ഒറിജിനൽ സ്റ്റോറിലും സർവീസിലും ചെന്നൈ ഉണ്ടെന്നാണ് കേട്ടത്. ചെന്നൈയും ബാംഗ്ലൂരും അതിനാണ് പിന്നെയും ഭേദം. അതന്നെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ ഉള്ളത് ഫുൾ ഏജൻസികളാണ്. അപ്പോൾ അവർക്കൊക്കെ സുഖമായിട്ട് കൈമലർത്തും.
25,000 ഡിസ്പ്ലേക്ക് തരാൻ പറയും. അപ്പോൾ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അപ്ഡേറ്റ് ചെയ്യാൻ, അല്ലാത്തവർ അപ്ഡേറ്റ് ചെയ്യട്ടോ. എന്ന് വെച്ചാൽ ഞാനിത് എൻ്റെ വാറണ്ടിയിലുള്ള തന്നെയാണ്, അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇഷ്യൂ സംഭവമൊന്നുമില്ല. അപ്പോൾ ബഗ് ഉണ്ടെന്ന് ഫിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്, അപ്പോൾ അതും ഫിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് വലിയ ഹീറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് വീഡിയോ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഒന്നും ഇഷ്യൂസ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട.